പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മാലിന്യ നിർമ്മാർജ്ജന ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. കാട്ടിലെ ഫാക്ടറി. അയ്യോ, വയറുവേദനിക്കുന്നേ! പിങ്കിമാൻ ഉറക്ക നിലവിളിച്ചു. കരച്ചിൽ കേട്ട് പറന്നെത്തിയ കാക്കമ്മ ചോദിച്ചു, എന്തു പറ്റി കുഞ്ഞേ? വഴിയരികിൽ നിന്ന് കിട്ടിയ ഭക്ഷണം കഴിച്ച് വയറ് കേടുവരുത്തിയതാണ്. അമ്മമാൻ സങ്കടത്തോടെ പറഞ്ഞു. അല്ലാതെ എന്തു ചെയ്യും? കാട്ടിൽ ആഹാരം വളരെ കുറവാണ്. മാത്രമല്ല എല്ലായിടത്തും മാലിന്യവും. ടിങ്കുമുയൽ സങ്കടം പറഞ്ഞു. പച്ചിലക്കാടിൻ്റെ പച്ചപ്പും സൗന്ദര്യവും കുറഞ്ഞു വന്നു. വനത്തിലെ വിഭവങ്ങളുടെ അളവും തീരെ കുറഞ്ഞു. പട്ടിണിയും വരൾച്ചയും ദാരിദ്ര്യവും കൊണ്ട് മൃഗങ്ങളും പക്ഷികളും ബുദ്ധിമുട്ടി. കാട് കാണാൻ വരുന്ന സഞ്ചാരികൾ വലിച്ചെറിയുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളിലാണ് പലർക്കും കണ്ണ്. പക്ഷേ അവ പലപ്പോഴും പഴകിയും കേടുവന്നതുമായ അവസ്ഥയിലാണ് ഭക്ഷിക്കുക. അത് വലിയ അപകടമുണ്ടാക്കുന്നു. ഭക്ഷണത്തോടൊപ്പം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കാട്ടിൽ കുന്നുകൂടി. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വലഞ്ഞു. കാക്കമ്മ കൂട്ടുകാരോട് പറഞ്ഞു. കൊക്കച്ചനും അതുതന്നെയാണ് സ്ഥിതി. എന്തൊരു കഷ്ടം ഈ കാട്ടിലെല്ലാം, കണ്ടമാനം മലിന വസ്തുക്കളായി, ചപ്പു ചവറുകൾ വാരി വാരി കഷ്ടത്തിലായി ഞാൻ കൂട്ടുകാരെ. കാക്കമ്മ സങ്കടം പറഞ്ഞു. മാലിന്യം വാരിയൻ ദേഹമെല്ലാം ആകെ ചൊറിഞ്ഞു തിണർത്തുവല്ലോ, ചപ്പു ചവറുകൾ കുന്നുകൂടി ചപ്പിലക്കാടു നിറഞ്ഞുവല്ലോ. കൂട്ടുകാരുടെ സങ്കടം കേട്ട് കൂർക്കച്ചനും കുരങ്ങച്ചനും ഇതിനുള്ള പരിഹാരം ആലോചിച്ചു. ആ സമയത്ത് നാട്ടിൽ നിന്ന് കാട്ടിലെത്തിയ ശിങ്കാരിത്തത്തെ അവരോട് പറഞ്ഞു, കൂട്ടുകാരെ, നാട്ടിലിപ്പോൾ മാലിന്യങ്ങൾ പല രൂപത്തിൽ മാറ്റിയെടുക്കാനുള്ള ഫാക്ടറികൾ വന്നിട്ടുണ്ട്. നമുക്കും ശ്രമിച്ചാലോ? കൂട്ടുകാർക്ക് സമ്മതമായി. കുറുക്കച്ചനും കുരങ്ങച്ചനും മുൻകൈയെടുത്ത് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ തീരുമാനിച്ചു. അണ്ണാനും മാൻകുട്ടിയും അവർക്ക് തുണയേകി. കാക്കയും കൂട്ടുകാരും കൊക്കച്ചനും കൂടി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അണ്ണാൻ കൂട്ടം വേർതിരിച്ചു. അതിൽ നല്ലതും ചീത്തയും തിരിഞ്ഞ് വേറെ വേറെ വച്ചു. എലിക്കുട്ടന്മാരുടെ സഹായത്തോടെ അവയിൽ നിന്ന് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു. കിളികൾ പ്ലാസ്റ്റിക് നാരുകളാക്കി മാറ്റി കുട്ടകളും വട്ടികളും കൂടകളും ഉണ്ടാക്കി. കുറുക്കച്ചൻ ബുദ്ധിപൂർവം അവയെ മനോഹരമായി പാക്ക് ചെയ്ത് വനാതിർത്തിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി. അവരുടെ ബുദ്ധി ഉപയോഗിച്ച് നല്ല വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും പകരം ധാന്യവും പണവും പഴവർഗ്ഗങ്ങളിൽ ലഭിക്കുകയും ചെയ്തു. കൂടുതൽ മൃഗങ്ങൾ മാലിന്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കൂടെ കൂടി. ഈ പ്രവൃത്തി മൂലം കാട്ടിൽ രോഗങ്ങളും മാലിന്യങ്ങളും അകന്നു. ഇനി പ്ലാസ്റ്റിക് മാലിന്യമുള്ള ഭക്ഷണം കഴിക്കണ്ട, നല്ല പഴങ്ങൾ തിന്നോളൂ, ടിങ്കുമുയലിനോട് അമ്മ പറഞ്ഞു. അത് കേട്ട് അവൾ സന്തോഷത്തോടെ ഉറക്കപ്പാടി. മാലിന്യം മാറ്റി പകരമയ്യ നല്ല പഴങ്ങൾ ലഭിച്ചുവല്ലോ, പ്ലാസ്റ്റിക് മാലിന്യം തിന്ന് വയറു കളയാതിരിക്കാമല്ലോ. അത് കേട്ട് മുയൽക്കുട്ടന്മാർ തുള്ളിച്ചാടി.